മുസ്ലിം ലീഗ് ഒക്കൽ പഞ്ചായത്ത് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 2025 എന്ന പേരിൽ ഓണംപള്ളിയിൽ ശില്പശാല സംഘടിപ്പിച്ചു. ബി.ജെ.പി. RSS ഭരണത്തോടെ ഇന്ത്യയിലെ എല്ലാ മേഖലകളും തകർന്നടിഞ്ഞ അവസ്ഥയിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി MLA പറഞ്ഞു. ഇന്ത്യയിലെ പൊതു സാമൂഹ്യാവസ്ഥ മനസ്സിലാക്കി മുന്നോട്ടു പോയില്ലെങ്കിൽ ഭാവി വർഗീയ ധ്രുവീകരണത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് ഒക്കൽ പഞ്ചായത്ത് ഓണംപള്ളി ശാഖാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണംപള്ളിയിൽ സംഘടിപ്പിച്ച മുന്നൊരുക്കം 2025 ശില്പശാലയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ലാവ്ലിൻ അഴിമതിയിൽ നിന്നും രക്ഷപ്പെടാൻ മോദിയുടെ മുന്നിൽ താഴ്ന്ന പിണറായിയുടെ തല ഉയർത്തിപ്പിടിക്കാൻ പിന്നീടൊരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വൻകിട രാജ്യങ്ങൾ പോലും അദാനിയെ പോലുള്ള അഴിമതിക്കാരെ വേണ്ടെന്ന് വെച്ചപ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം അദാനിക്ക് ചുവന്ന പരവതാനി വിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞതയുടെ ഭാഗമായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രം പോലും ഇന്ത്യയെ തള്ളിപ്പറയുന്ന വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തി. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു യുദ്ധത്തിലെ പാകിസ്ഥാനെ തകർക്കുന്നതിൽ ഇന്ത്യ നിർവഹിച്ച ഏറ്റവും രാഷ്ട്രതന്ത്രപരമായ സമീപനം പാക്കിനെ പിളർത്തിയെന്നതാണ്. ഇന്ത്യയെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ തകർക്കാൻ സകലമായ പരിശ്രമങ്ങളും നടക്കുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്ത ഏറ്റവും മനോഹരമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു ബംഗ്ലാദേശ് ഉണ്ടാക്കുക. എത്ര ഇന്ത്യൻ മിലിറ്ററിയിൽ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പാകിസ്ഥാനെ പിളർത്തിയിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നത്. ബംഗ്ലാദേശിന് ഇന്ത്യയോട് അത്തരത്തിലുള്ള സ്നേഹവും ഇഷ്ടവുമുള്ള ഒരുപക്ഷെ നമുക്കൊക്കെ പോയി വരാൻ കഴിയുന്ന ഒരു അയൽപക്ക രാജ്യമായി പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ചു നമ്മളെടുത്ത ബംഗ്ലാദേശായി. ആ ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നു, ഈ മോഡിയുടെ സർക്കാരിന്റെ നിലപാടുകൾ കൊണ്ട് പറയിപ്പിച്ചു ബംഗ്ലാദേശ്. എന്താ അവർ പറഞ്ഞത്? ഇന്ത്യക്കൊരു ചുക്കുണ്ടായിട്ടില്ല സംഭാവന ഞങ്ങളെ രാജ്യമുണ്ടാകുന്നതിൽ. ബംഗ്ലാദേശിന് പുച്ഛമാണ് ഇന്ത്യയോട് ബംഗ്ലാദേശിന്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.